ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റമദാൻ ട്രിപ്പാട്ടോ. മെയിനായിട്ട് നമ്മൾ ജേർണലിങ്ങും അതുപോലെ ഈ കുറച്ച് ഡെക്കറേഷൻ, ഒരു ചെറിയ ഡെക്കറേഷൻസ് മാത്രമാണ് ഇതിൽ ഇൻക്ലൂഡ് ആക്കുന്നത്. ഫസ്റ്റ് നമ്മൾ മോർണിംഗിൽ എണ്ണിച്ച് പാടന്നെ ഈ ഫജർ സലാഡ് ട്രാക്കർ ഒന്ന് ട്രാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഓൾറെഡി നമ്മൾ ഫെബ്രുവരി മന്തിലത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് റമദാൻ്റെ പ്ലാനിങ് കൂടെ സെറ്റ് ചെയ്യാനുണ്ട്. പിന്നെ നമുക്ക് ബെഡ് സൈഡിലുള്ള ആ ഒരു ചെറിയ ടേബിൾ ഞാനൊന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഓൾറെഡി ഞാനൊരു പോസ്റ്റർ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാറ്റിയിട്ട് ഞാൻ ഒരു റമദാൻ്റെ കലണ്ടറാണ് ഇപ്പോൾ സെറ്റ് ആക്കുന്നത് കേട്ടോ. ഇന്ത്യയിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. ഫ്രെയിമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ നല്ല ബെറ്റർ ആയിരിക്കും, നല്ല രസമുണ്ടായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. ഞാനൊരു കാർഡ് ബോർഡിൽ ഒരു റമദാൻ്റെ ഒരു പേപ്പർ പ്രിന്റ് എടുത്തിട്ട് അങ്ങനെയാണ് കലണ്ടറായി സെറ്റ് ചെയ്യണത് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ ഡേയ്സ് കഴിയുമ്പോഴും അവിടെ ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക, എന്തെങ്കിലുമൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ. പിന്നെ അതുപോലെ ഞാൻ ഒരു പ്രിന്റ് എടുത്തിട്ടുണ്ട്, അത് കട്ട് ചെയ്തിട്ട് ഞാനവിടെ ഒരു വാൾ ഹാങ്ങിങ് ആയിട്ട് സെറ്റ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഓറഞ്ച് ത്രെഡാണ് എടുക്കുന്നത്. ഇന്ത്യയിൽ വേറെ കളറൊന്നും ഇല്ലാത്തതിനോണ്ടാണ് ഇത് എടുക്കുന്നത്. വൈറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. ഇതിപ്പോൾ നമ്മളിൽ ഒന്നും ഇല്ലെങ്കിലും ജസ്റ്റ് ഒരു പ്രിന്റ് വെച്ചിട്ട് നമ്മളിൽ അവൈലബിൾ ആവുന്ന സാധനങ്ങൾ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളൊരു വീഡിയോയും കൂടെ ആണ് ഇത്. കാരണം ഇന്ത്യയിൽ ഇപ്പോൾ കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ എൻ്റെ കയ്യിലാകെ വെച്ചിട്ടാട്ടോ ഞാൻ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ ഇതുപോലെ ഈ ത്രെഡും ഈ ഒരു ടൈപ്പും വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്തിട്ട് ഇതുപോലെ ഹാങ്ങിങ് ആയിട്ട് എടുത്തിട്ട് ഞാൻ അതിൻ്റെ രണ്ട് സൈഡിലും ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഓറഞ്ച് കളർ കാണുമ്പോൾ ഒരു വൃത്തിയേട് പോലെ, അതുകൊണ്ട് ഞാൻ അവിടെ ഒരു പ്ലാന്റും കൂടെ വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് കുറച്ചേറെ ടൈം എടുത്തിട്ടാണ് അതൊന്നും അങ്ങനെ സെറ്റ് ചെയ്തെടുത്തുള്ളത്. ഒന്നാമത് ഇത് അങ്ങോട്ട് വെക്കുമ്പോൾ ഇങ്ങനെ ആവും, ഇങ്ങനെ വെക്കുമ്പോൾ അങ്ങനെ ആവും, അങ്ങനെ അതും കഴിഞ്ഞിട്ട് ഞാൻ ഒരു കാൻഡിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ പിന്നെ വേറെ കുറച്ച് പോസ്റ്റേഴ്സും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് പേപ്പർ കട്ടിങ്സ് എടുത്തിട്ട് ഞാൻ അവിടെ ഒരു ലാമ്പ് പോലത്തെ കുറച്ച് കട്ടിങ്സ് ഉണ്ടായിരുന്നു, അത് അതിൻ്റെ മേലെയും കൂടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. പിന്നെ ഞാൻ ഇതിൽ ശ്രദ്ധിക്കായിട്ട് വന്നത് റംസാൻ എന്നാണ് പ്രിന്റ് എടുക്കുമ്പോൾ വന്നിട്ടുള്ളത്. ഞാൻ റമദാൻ എന്നാണ് എന്നുള്ള ഇതിലാണ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ വന്നപ്പോഴാണ് സെഡാന്ന് മനസ്സിലായത്. പിന്നെ ഓക്കെ അങ്ങനെ അത് വെച്ചെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സെറ്റ് ചെയ്യാനുള്ളതാണ് റമദാൻ പ്ലാനർ. ഞാൻ 3 ടൈപ്പായിട്ട് എടുത്തുള്ളത്. 3ഉം ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഒന്ന് 10 പിന്നെ രണ്ടാമത്തെ 10 അങ്ങനെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. 3 ടൈപ്പായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ റാൻഡം ആയിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ വെച്ചാൽ ആദ്യം ഒന്ന്, പിന്നെ മറ്റേ ടൈപ്പ്, മൂന്നാമത് മറ്റേ ടൈപ്പ്, അങ്ങനെ ഈ ഒരു ഓർഡറിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ അതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മേലെ വെയിറ്റിന് വേണ്ടിയിട്ട് ആ ഒരു കാൻഡിലും ഒരു വാട്ടർ ബോട്ടിലും കൂടെ വെച്ചിട്ട് കുറച്ച് നേരം ടൈം എടുത്തിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ ഗ്ലൂ തേച്ച ഭാഗം ഒന്നും കൂടെ സെക്യൂറായി നിൽക്കാൻ വേണ്ടി ഞാൻ വേറൊരു പേപ്പർ, ഒരു ഗ്രിഡ് പേപ്പറും കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമ്മളെ ക്ലീനിങ്ങും കാര്യങ്ങളും ബെഡ്ഷീറ്റ് ചേഞ്ച് ആക്കലും എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ശേഷമാണ് ബാക്കിയുള്ളത് എടുക്കുന്നത്. ജേർണലിംഗ് ഒക്കെ ഉച്ചയ്ക്ക് ശേഷം കേട്ടോ ചെയ്യുന്നത്. ഓൾറെഡി ഞാൻ പെൻസിൽ വെച്ചിട്ട് വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ചെയ്യാനുള്ള കളറിങ് മാത്രമായിരുന്നു. അതിനൊന്ന് പെന്ന് വെച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചെയ്ത് കൊടുത്തിട്ട് അതൊക്കെ ഒന്ന് മൊത്തത്തിൽ കളർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈ റംസാൻ്റെ പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ ഇതും കൂടെ ഒക്കെ ചെയ്യുന്നത് ഒരു കൈൻഡ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ തന്നെ കേട്ടോ. കാരണം നമുക്കിത് ഡെയിലി ഒന്ന് ട്രാക്ക് ചെയ്യാനും നമ്മൾ ഇബാദത്ത് എത്രമാത്രം ഉണ്ടെന്ന് നമുക്കൊന്ന് ട്രാക്ക് ആക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇത് ഹെൽപ്ഫുൾ ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നിടത്തോളം ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. നമ്മളെ മൈൻഡും ബോഡിയും മൊത്തത്തിലൊന്ന് ചേഞ്ചസ് വരുത്താൻ ഈ റമദാനെ കൊണ്ട് നമുക്ക് എല്ലാവർക്കും പറ്റട്ടെ ഇൻഷാല്ലാ. നമുക്ക് വേണ്ടത് കുക്കിംഗ് മാത്രമല്ലല്ലോ നമുക്ക് വേണ്ട, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് ലൈഫിൽ. നമ്മൾ ഇതൊക്കെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാട്ടോ. അപ്പോൾ ഇഷ്ടമുള്ളവർ ഇതൊക്കെ ഒന്ന് ട്രൈ ആക്കി നോക്കുക. പിന്നെ നമ്മൾ ഇതിൽ ചെയ്യുന്നത് എന്താ വെച്ചാൽ മേലെയും താഴെയൊക്കെ റമദാൻ എഴുതി കൊടുക്കുന്നുണ്ട്. മേലെ ഇംഗ്ലീഷിലും താഴെ അറബിയിലാണ് എഴുതുന്നത് കേട്ടോ. പിന്നെ സൈഡിലായിട്ട് ഒരു ചെറിയ കൊട്ടേഷനും കൂടെ എഴുതി കുറച്ചധികം സ്റ്റിക്കേഴ്സൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം ഞാൻ പ്രിന്റ് എടുക്കുന്നത് തന്നെ കേട്ടോ. പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് പേപ്പർ പ്രിന്റ് എടുക്കുന്ന കേട്ടോ. അതാകുമ്പോൾ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സ്റ്റിക്കേഴ്സൊക്കെ കിട്ടും. റമദാൻ ഡെക്കോർ ചെയ്യലാണെങ്കിലും ജേർണൽ ചെയ്യലാണെന്നുണ്ടെങ്കിലും നമ്മളെ അടുത്തുള്ള ചെറിയ സ്പേസ് ആണെന്നുണ്ടെങ്കിലും നമ്മളിൽ അധികം സാധനങ്ങളൊന്നും അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിലും നമുക്ക് ഹാൻഡ് മെയ്ഡ് ആക്കി ചെയ്യാൻ പറ്റുന്ന കുറേ ഐറ്റംസ് ഉണ്ട്. നമുക്കിപ്പോൾ ഇനിയിപ്പോൾ പ്രിന്റ് എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു വൈറ്റ് പേപ്പർ എടുത്ത് അതിൽ റമദാൻ എഴുതി അങ്ങനെയൊക്കെ ഒന്ന് ഡെക്കോർ ചെയ്ത് നോക്കുക. നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് തന്നെ ഒരു ചേഞ്ച് ഫീൽ ചെയ്യും. നമ്മളെ വീട്ടിലാണെന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ താമസിക്കുന്ന ചെറിയ സ്പേസിലാണെങ്കിൽ അതുപോലും കേട്ടോ നമുക്ക് തന്നെ ഇത് കാണുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി കിട്ടും. അതുപോലെ തന്നെ നമ്മളെ ലൈഫിലും ഒരുപാട് ചേഞ്ചസ് വരുത്താൻ
വേണ്ടി പറ്റട്ടെ, നല്ല നല്ല ചേഞ്ചസ് ഇൻഷാ അല്ലാ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അപ്പുറത്തെ പേജിൽ ഒന്ന് സ്പ്രെഡ് ആയ ഭാഗം ഉണ്ടായിരുന്നു കേട്ടോ. ആ 3 വരച്ചപ്പോൾ അവിടെ ഒരു ചെറിയ പാറ്റേൺ പേപ്പർ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൽ ചെയ്യുന്നത് എന്താ വെച്ചാൽ റമദാൻ ഗോൾസ് ആണ്. അപ്പോൾ നമുക്ക് എല്ലാ റമദാനിലും നമുക്ക് ചില ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഖുറാൻ ഒരു ഖത്തം കംപ്ലീറ്റ് ആക്കലും അതുപോലെ നമുക്ക് സക്കാത്ത് കൊടുക്കലും അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ. അതൊക്കെ ഒന്ന് ഗോൾസ് ആയിട്ട് നമുക്ക് എഴുതി കൊടുക്കും. എൻ്റെ പേഴ്സണലി ഉള്ള ഗോൾസ് ഞാൻ എഴുതി കൊടുക്കുന്നുണ്ട്. അതുപോലെ എല്ലാവർക്കും ഉണ്ടാവും. നമ്മളെ ടൈം മാനേജ്മെന്റ് ഉണ്ടാവും. ടൈം മാനേജ് ചെയ്തിട്ട് ഇന്ന കാര്യം ചെയ്യണം എന്നൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവും. അപ്പം അതിനനുസരിച്ച് ഗോൾസ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കും. ഞാൻ ആ ഗോൾസ് ഒക്കെ ഒന്ന് എഴുതി അതും കൂടെ ഒക്കെ ഒന്ന് കളർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ, ഒരു ഭംഗിക്ക് വേണ്ടി. പിന്നെ നെക്സ്റ്റ് പേജിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ തറാവി ട്രാക്കറും അതുപോലെ ഫാസ്റ്റിംഗ് ട്രാക്കറും കേട്ടോ. നോമ്പ് ട്രാക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ തറാവി ട്രാക്ക് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് രണ്ടും ഇതിൽ കാണുന്ന പോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ട് രണ്ടിലും 30 days ആണ് മാർക്ക് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും 30 നോമ്പ് കിട്ടട്ടെ ഇൻഷാ അല്ലാ. അപ്പോൾ രണ്ടിലും അങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൽ നമ്പേഴ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാത്തിലും നമ്പേഴ്സ് ഇട്ട് കൊടുക്കുക. മറ്റേ ഒന്ന് മൂണിന്റെ ഷേപ്പിലും ഒരു ആർക്ക് ഷേപ്പിലാണ് വരച്ചു കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ആ മൂണിന്റെ ഫാസ്റ്റിങ്ങിന്റെ ഭാഗത്തൊരു ഫാസ്റ്റിങ്ങിന്റെ ഒരു സ്റ്റിക്കറും ഇപ്പുറത്തൊരു പ്രയറിന്റെ സ്റ്റിക്കറും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഫാസ്റ്റിംഗ് ട്രാക്കറും തറാവി ട്രാക്കറിനും കൂടെ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കളർ ചെയ്യണമല്ലോ. ഏതെങ്കിലും നമുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 2, 3 വരച്ചു കൊടുക്കുന്നുണ്ട്. ഒന്നിൽ കംപ്ലീറ്റഡും ഒന്നിൽ മിസ്ഡും എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് നോമ്പ് മിസ്സായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ മിസ്സായിട്ടുള്ള ആ കളർ മാർക്ക് ചെയ്ത് കൊടുക്കുക. കംപ്ലീറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഗ്രീൻ കളറും മാർക്ക് ചെയ്ത് കൊടുക്കുക. അതേ സെയിം തന്നെയാണ് തറാവിയിലും ചെയ്യുന്നത്. രണ്ടിനും കൂടിയിട്ട് ഞാൻ ഒന്നാട്ടോ വരച്ചു കൊടുക്കുന്നത്. ഒന്നിലും കംപ്ലീറ്റഡും ഒന്നിലും മിസ്ഡും എഴുതി കൊടുക്കുക. അതൊക്കെ നമ്മൾ ഐഡിയാസിനനുസരിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചിട്ടാ റമദാൻ ആൽഫബറ്റ്. ഈ റമദാൻ ആൽഫബറ്റ് ഇല്ല, RAM അതില്ലേ, അതിലിപ്പോൾ എന്താ മീൻ ചെയ്യുന്നത് അത് അങ്ങനെ ഇപ്പോൾ കുറേ പോസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെച്ചാൽ അതും കൂടെ എഴുതി കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണ് ആ ബ്ലാങ്ക് ആയിട്ടുള്ള സ്പേസിൽ ഞാൻ റമദാൻ ആൽഫബറ്റ് എന്നുള്ളതിൽ എഴുതുന്നത്. ഇതിൽ മീൻ ചെയ്യുന്നത് റിമെമ്പറിങ് അല്ലാ, മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഡേ ആൻഡ് നൈറ്റ് അങ്ങനെയാണ് കേട്ടോ. ഈ റമദാൻ എന്നുള്ളതിന്റെ ഫുൾ ഫോം ആയിട്ട് അങ്ങനെ കുറേ പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് അത് ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നമുക്കിപ്പോൾ പല കാര്യങ്ങളിലും ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് റെഫർ ചെയ്യാൻ കുറേ സോഷ്യൽ മീഡിയാസ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഇതൊക്കെ ചേഞ്ചസ് വരുത്താൻ പറ്റും. ഞാനൊന്നും ആദ്യമായിട്ടാട്ടോ ഈ റമദാൻ ജേർണലിംഗ് ഒക്കെ ചെയ്യുന്നത്. അങ്ങനെയല്ലേ നമ്മൾ ഓരോന്ന് പഠിക്കലും ഓരോ ചേഞ്ചസ് വരുത്തലൊക്കെ അങ്ങനെയാണ്. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്ലാനേഴ്സും അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് സ്റ്റോറിലാണെന്നുണ്ടെങ്കിലും ഓൺലൈനിലാണെന്നുണ്ടെങ്കിലും ഒക്കെ അവൈലബിൾ ആട്ടോ. ഈ റമദാൻ പ്ലാനർ എന്നുള്ള രീതിക്കൊക്കെ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ പ്ലാനർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഓൺലൈനിൽ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. നമ്മൾ ആദ്യമൊക്കെ ചെയ്തിരുന്ന കാര്യങ്ങൾ എന്താ, ഒരൊറ്റ ഡയറിയിൽ തന്നെ നമ്മളെല്ലാ എയിംസും ഗോൾസും ഒക്കെ നമ്മൾ ആ കയ്യിൽ തന്നെ എഴുതി വെക്കാറുണ്ടായിരുന്നു. ഇപ്പം പിന്നെ നമുക്കിങ്ങനെ ഓരോന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടെ ഈസി ആയിരിക്കും ഇതൊക്കെ ഒന്ന് നമുക്ക് മനസ്സിലാക്കാനും ട്രാക്ക് ചെയ്യാനും ഒക്കെ. പിന്നെ അടുത്ത പേജിൽ ഞാൻ ചെയ്യുന്നത് മീ ആഫ്റ്റർ റമദാൻ. കുറേ ഉണ്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടോ. മീ ബിഫോർ റമദാനും മീ ആഫ്റ്റർ റമദാനും കമ്പയർ ചെയ്തിട്ട് എഴുതണം. ഇതിൽ എഴുതണം മീ ആഫ്റ്റർ റമദാനാണ്. അതിലിപ്പോൾ നമുക്ക് റമദാന് ശേഷം നമുക്ക് എന്തൊക്കെ ചേഞ്ചസ് നമ്മളെ ലൈഫിൽ കൊണ്ടുവന്നിക്കണെന്ന് നമ്മൾ എന്തായാലും എന്തെങ്കിലും ചേഞ്ചസ് വരണമെന്നും ആഗ്രഹിക്കുമല്ലോ. അപ്പോൾ എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത് ഇതിൽ എഴുതി കൊടുക്കുക. പിന്നെ ലാസ്റ്റായി ചെയ്യുന്നത് ഈ ഖുറാൻ ട്രാക്കർ ആട്ടോ. അതിൽ നമ്മൾ 30 ജ്യൂസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ 30 ബോക്സസും ഫില്ല് ചെയ്ത് കൊടുക്കുക. എല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര കംപ്ലീറ്റ് ചെയ്ത് അത് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പം നമുക്ക് ഈ റമദാൻക്ക് തന്നെ 30 ജ്യൂസ് കംപ്ലീറ്റ് ആക്കണമെന്ന് എയിമുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതൊക്കെ ഒന്ന് യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ നമ്മളിപ്പോൾ 30 ജ്യൂസ് കംപ്ലീറ്റ് ആക്കണ്ടേന്ന് വിചാരിച്ച് നമ്മൾ സ്പീഡിലൊന്നും ഓതി പോവല്ലോ, അത്ര നല്ലതാണോ എന്ന് എനിക്കറിയില്ല, എല്ലാന്നാണ് തോന്നുന്നത്. അപ്പം നമുക്ക് മാക്സിമം മനസ്സിലാവുന്ന രീതിയിൽ നല്ല രീതിയിൽ ഖുറാൻ പാരായണം ചെയ്തിട്ട് നമ്മൾ 30 ജ്യൂസ് കംപ്ലീറ്റ് ആക്കുക. അങ്ങനെ അൽഹംദുലില്ലാഹ് നമ്മളെ ജേർണലിങ്ങിൻ്റെ ആ ഒരു പ്രിപ്പറേഷൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്ന ഒരു ബോൾ ഇങ്ങനെ ഫ്രീ ആയി കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു റമദാൻ കരീമും കൂടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനുള്ള ഇതിൽ നേരത്തെ ചെയ്ത് അതേപോലെ തന്നെ ത്രെഡ് വെച്ചിട്ട് ചെയ്തിട്ട് ആ കോർണറിലായിട്ട് സ്റ്റാർസും കുറച്ച് വേറെ സ്റ്റാർസും കൂടെ കട്ട് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ലൈറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ലൈറ്റ് ഒന്നും ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ലൈറ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഭംഗിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ആക്കാൻ മറക്കല്ല കേട്ടോ.